ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. വൈറ്റ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാനവിടെ ഉണ്ടാക്കണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 വലിയ ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു പകുതി സവാള, പിന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് ഇത്രയൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നാക്കിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 വിസിൽ കേട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണത്. വെളിച്ചെണ്ണയിലേക്ക് കശുവണ്ടിയും റൈസൻസും ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. സവാള, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റൂ പാലപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ, ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണത്. അപ്പോൾ ഇത് ഞാൻ വേറെ പൊടികളൊന്നും അധികം ചേർക്കണില്ല. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മിൽമാന്തയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതാണ് സ്റ്റൂവിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിനാണ്. പിന്നെ ഞാൻ ഇതിലൊക്കെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലൊക്കെ ഞാനൊരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. പിന്നെ വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കാനുള്ള, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ചേർക്കാനുള്ള. പിന്നെ നമ്മളുടെ ഈ ഒരു കഷ്ണം ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മൾ കാറ്ററിംഗുകാരുടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒരാവശ്യത്തിന്, കല്യാണത്തിനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കഴിക്കണം. അതേ ടേസ്റ്റ് ആയിരിക്കും ഈ സ്റ്റൂവിന്. പിന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. രാവിലെ നമുക്ക് ധൃതി പിടിച്ച് കോളേജിലും സ്കൂളിലൊക്കെ പോണ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനും ലഞ്ചിന് കൊടുത്തഴക്കാനും ഈ കറി പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റി പാലൊഴിച്ച് കഴിഞ്ഞ് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറി ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. അത് എരിവൊന്നുമില്ല. അപ്പോൾ പിന്നെ നല്ല ഗ്രേവിയും ഉണ്ട്. നമ്മൾ ഈ ബ്രെഡ് ചേർക്കുമ്പോൾ തന്നെ നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരും. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല വൈറ്റ് സ്റ്റൂ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് രാത്രി ഡിന്നറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളിയാണിത്. പിന്നെ നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് പാലപ്പമാണ് ഉണ്ടാക്കണത്. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം അരിവെള്ളത്തിലിട്ട് തേങ്ങയും കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ചോറും തേങ്ങയും കൂടി അടിച്ചിട്ട് പഞ്ചസാരയും ഉപ്പും ചേർക്കുക. പിന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടി ചേർത്ത് രാത്രി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഏത് തരം പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഈ മാവ് കൊണ്ട് നമുക്ക് പാലപ്പം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വട്ടയപ്പായാലും ഇത് ഈ മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ മാവ് അരച്ച് വെച്ച് 2-3 ദിവസത്തേക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാവ് എനിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി പാലപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈറ്റ് സ്റ്റൂവും പാലപ്പമാണ്. അപ്പോൾ പാലപ്പത്തിൻ്റെയൊക്കെ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയപ്പോൾ പാലപ്പം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒരാൾക്കോ 2 ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്ക്, കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.